നാളെ നേരം വെളുക്കട്ടെ സൂര്യ. എനിക്ക് മുന്നിൽ നീയും നിന്റെ നന്ദിനിയും ഒന്നുമല്ലെന്ന് തെളിയിച്ചിട്ടെ ഹരിത ഇവിടുന്ന് തിരിച്ചു പോവും. ഇതാരാ ഇപ്പൊ ഇവിടെ കയറിയിരിക്കുന്നേ? ഈശ്വര, ആരാ ഈ മഹാഭാവം ചെയ്തത്? രാജേട്ടാ, എന്താ രാജേട്ടാ ഇതെന്താ കയ്യില്? അയ്യോ, എന്റെ ഈശ്വര, ആരാ ഇത് ചെയ്തത്? എനിക്കറിയില്ല മോളെ. ഞാൻ വരുമ്പോ ഇതിങ്ങനെ ഇവിടെ കീറിക്കിടക്കുകയാണ്. ഒരു ഫോട്ടോയുടെ കൂടെ ഇത്രയും വലിയ വൈരാഗ്യം കാണിച്ച ആരാണ് മോളെ? എന്താ രാജു, എന്തു പറ്റി? എന്താ രാജു, എന്തു പറ്റി? എന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ? ഇത് കണ്ട മാഡം, സൂര്യ സാറിന്റെയും നന്ദിനിമോളുടെയും ഫോട്ടോ ആരോ വലിച്ചേറിയിട്ടിരിക്കുന്നു. ഇതാരാ ഇങ്ങനെ ചെയ്തത്? അറിഞ്ഞൂടാ സാറേ. രാവിലെ ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ ഈ ഫോട്ടോ ഇവിടെ കീറിക്കിടക്കുകയായിരുന്നു സാറേ. നന്നായി. എന്താ പത്മ താൻ ഇങ്ങനെ പറയുന്നത്? ഇതെങ്ങനെ നന്നായി എന്ന് പറയും? നമ്മുടെ വീട്ടിൽ ആരും അറിയാതെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കൂ? What happened, Aunty? ഒരു കാര്യമില്ല മോളെ, ഏതോ ഒരു ഫോട്ടോ കീറി കിടക്കുന്നു. ഏതോ ഒരു ഫോട്ടോ ആണോ അത്? അല്ല, അത് സൂര്യ നന്ദിനിയും ഒരുമിച്ചുള്ള കല്യാണ ഫോട്ടോയാ. അതിനിപ്പോ നിങ്ങൾ ഇത്രയ്ക്ക് ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? ഈ കുടുംബത്തിനെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ അത്. രാജു, അത് ക്ലീൻ ചെയ്തേക്ക്. മാഡം, കീറിയ ഫോട്ടോ ഒന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. അത് എടുത്തോണ്ട് പോയി കുപ്പത്തൊട്ടിയിലിടാനാ പറഞ്ഞ. പത്മ, താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയണ്ടേ? അയ്യോ, ഇനി ഇതിന് ഒരു കേസ് അന്വേഷണം, അതോ ഇവിടെ ഉള്ളവരെയൊക്കെ നിരത്തി നിർത്തി ചോദ്യം ചെയ്യണം? അതിപ്പോ എങ്ങനെ സംഭവിച്ചാലും ശരി, ഈ കുടുംബത്തിലെ ഒരു ശാപം ഒഴിഞ്ഞു പോയി നിങ്ങൾ കരുതിയാ മതി. നിങ്ങൾ വന്നേ മോളെ, നീ വാ. രാജു നിന്നോട് പറഞ്ഞു കേട്ടല്ലോ, അതെടുത്തോണ്ട് പോയി കളഞ്ഞേ. മാഡം വാ.
സങ്കല്പത്തിനകത്ത് നീ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒറ്റ അടയാളം ഇതായിരുന്നു. അതുകൂടി അവരില്ലാതാക്കി. കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി കളയാനാ എന്നോട് പറഞ്ഞത്. പക്ഷെ രാജുവേട്ടന് അതിന് മനസ്സ് വരില്ല മോളെ. ചെയ്തത് ആരായിരുന്നാലും അവർക്കുള്ള ശിക്ഷ ദൈവമേ അവർക്ക് കൊടുക്കണേ.